എറണാകുളം കോതമംഗലത്ത് വടക്കും ഭാഗത്ത് കാട്ടാന കിണറ്റിൽ വീണിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ആന വീണിരുന്നത്. ആനയെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, എന്താണ് ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നീങ്ങിയത്? നേരത്തെ JCB അടക്കം കൊണ്ടുവന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ ബുള്ളറ്റിൽ പറഞ്ഞിരുന്നു. ഉമേഷ്, എന്താണ് ഈ ദൗത്യം നിർത്തുന്നതിലേക്ക് പോയത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരം? ജിംഷാദ്, ഈ സ്ഥലം MLA കോതമംഗലം MLA ആൻ്റണി ജോൺ സ്ഥലത്തെത്തിയിരുന്നു. ഈ MLAയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ടായി. അതായത് MLA ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള കാട്ടാന ശല്യം തടയാനായി വനംവകുപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഫെൻസിങ് അടക്കമുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ മലയോര മേഖലകൾ, ഈ കാട്ടാന ശല്യം വരുന്ന ഭാഗത്തൊക്കെ ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്ത് ഫെൻസിങ് സ്ഥാപിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. അത് വളരെ മന്ദഗതിയിലാണ് അതിൻ്റെ പണികൾ നടക്കുന്നത്. അത് തുടക്കം ഫെൻസിങ്ങിൻ്റെയൊക്കെ തുടക്ക ഭാഗം പിണ്ടിമന പഞ്ചായത്തിലെ ചില ഭാഗങ്ങളാണ്. അവിടെ അല്പം പൂർത്തിയാക്കി എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഈ കാട്ടാനശല്യം രൂക്ഷമായ കോട്ടപ്പടി ഭാഗത്തൊന്നും ഫെൻസിങ്ങിൻ്റെ ഒരു നടപടിയും ഇതുവരെ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് MLA പ്രതിഷേധിച്ചത്. നേരത്തെ നാട്ടുകാരും അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇത് പലകുറി ഈ വിഷയം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പ്രത്യേകിച്ച് DFOയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഈ ഫെൻസിങ് വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. പക്ഷേ അപ്പോഴൊന്നും അത് ചെവിക്കൊള്ളാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാവുകയും ആന കിണറ്റിൽ വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നതും കിണറ്റിൽ വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ് എന്നാണ് MLA ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഫെൻസിങ് എന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതിനൊരു കൃത്യമായ ഉറപ്പ് നൽകണം. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഈ ദൗത്യം പുനരാരംഭിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് MLA പറയുന്നത്. അതിലൊരു തീരുമാനമാക്കിയതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോയാൽ മതി എന്ന് MLA ഉറച്ച നിലപാട് നിൽക്കുകയും ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് MLA നിലപാടെടുത്തത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി. MLA പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, MLA ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. MLAയുമായി കളക്ടർ സംസാരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു കളക്ടർ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറഞ്ഞാൽ ആ നിമിഷം ഇതിൻ്റെ ദൗത്യം തുടങ്ങാം എന്നുള്ളതാണ് MLAയും പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് തുടർ നടപടികളിൽ നിന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. MLAയുമായി സംസാരിക്കുകയാണ്. പറയുകയാണ് ഉമേഷ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിയാണ്, MLA പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ആനയെ എടുക്കുന്നത് വൈകുന്നത് അപകടം ചെയ്യില്ലേ? അത്തരം കാര്യങ്ങളിലേക്ക് കൂടി MLA ഒരുപക്ഷെ കളക്ടറായിരിക്കും കളക്ടറുമായുള്ള സംസാരം അല്ലേ? കളക്ടറുണ്ട്, DFO ഉണ്ട്. ഇരു കൂട്ടരുമായാണ് MLA ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുക. ഇത് മനഃപൂർവ്വം വൈകിപ്പിക്കണം എന്നൊരു നിലപാട് തനിക്കില്ല എന്ന് MLA നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഈ ഫെൻസിങ് എന്തുകൊണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നില്ല? അതിന് കൃത്യമായൊരു ഉത്തരമാണ് വേണ്ടത്. അത് നൽകിയാൽ, അത് തൃപ്തികരമായൊരു മറുപടി പറഞ്ഞാൽ ആ നിമിഷം ഈ ദൗത്യം പുനരാരംഭിക്കുക. അതിനൊരു ഉറപ്പ് ജില്ലാ കളക്ടർ നേരിട്ട് പറയണം എന്നുള്ളതാണ് MLA ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ജില്ലാ കളക്ടറുമായി MLA സംസാരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ MLA പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയാൽ ഉമേഷ്, അതായത് യഥാർത്ഥത്തിൽ MLA പറയുന്ന ജനങ്ങളുടെ ആശങ്കയാണല്ലേ? കാരണം ഏറെക്കാലമായി അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അത് എത്ര കണ്ട് ഉചിതമാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആ കാര്യത്തിനകത്ത് ഞങ്ങൾക്കൊരു കൃത്യമായ ഉറപ്പ് കിട്ടും. കുറച്ച് മഴ ആയിരിക്കും, കാലവർഷമായിരിക്കാം. പക്ഷെ ഇപ്പോൾ കാലവർഷം നല്ലത്തിലേക്ക് വന്നിട്ടുണ്ട്. കാലവർഷം ഞാൻ ഈ ഉറപ്പ് ഒത്തിരി കേട്ടതാണ്. അതുകൊണ്ടല്ലേ ഈ ജനങ്ങളോട് നാളെ ഞാനൊരു ഉത്തരവാദിത്വം പറയേണ്ടത്. ഇതിപ്പോൾ നാളെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ? അല്ലാതെ ഇത് ഞാൻ പറയുന്നത് ഈ ഒരു ഒറ്റ കേട്ടെ, ഈ ഒരു ഒറ്റ വർക്ക് കൊണ്ട് ഇതെല്ലാം പരിഹരിക്കപ്പെടുന്ന അഭിപ്രായമുള്ള ആളല്ല ഞാൻ. പക്ഷേ സർക്കാർ പ്രത്യേക പ്രാധാന്യം കൊടുത്തോടെ മന്ത്രി തന്നെയാണ് ഇവിടെ നേരിട്ടെത്തി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു, നിർമ്മാണോദ്ഘാടനം. പിന്നീട് ആ വർക്ക് സ്പീഡിൽ കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് വനംവകുപ്പ് ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ളതാണ്, ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. അത് നേരിട്ടും അല്ലാതെയും
പഞ്ചായത്തിൽ ഇദ്ദേഹം വന്നതിന് ശേഷം ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു, ഇദ്ദേഹം വന്നു, അവിടെ ചർച്ച ചെയ്തു. നമുക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞു, പക്ഷെ അതിന് തുടർ നടപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കാലാവസ്ഥ മാറി 18 മാസം കാലം കൊണ്ട് തീർക്കും. നമുക്ക് മീറ്റിംഗ് എടുത്തിട്ട് 18 മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് 8 മാസം കഴിഞ്ഞു. 8 മാസം കഴിയുമ്പോഴും കോട്ടപ്പടിയിലേക്ക് ഒരു പോയിന്റ് പോലും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ അത് MLA കഴിഞ്ഞ മാസം കൃത്യമായിട്ട് പഞ്ചായത്തിൽ വിളിച്ച് DF അടക്കമുള്ള എല്ലാവരും വിളിച്ചു കൂട്ടിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിൽ ചർച്ച ചെയ്തിട്ട് ഒരു മാസമായിട്ട് വീണ്ടും അതേ ഡിലേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രസിഡന്റ്, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ MLA ഇത് മുൻകൈ എടുത്ത സ്കീമല്ലേ, അപ്പോൾ ഇത് നമുക്ക് MLA പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഇത്ര ആൾക്കാർ ഇരിക്കുമ്പോൾ പറയാൻ പറ്റില്ല. അത് പറയില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നാൽ മതി. ഞാനിത് ഒത്തിരി കേട്ടതാ കളക്ടർ, ഞാനിത് ഒത്തിരി കേട്ടതാണ്. നമ്മൾ മടുത്തു. അതുകൊണ്ടാണ് ഇന്നിത് പറഞ്ഞിട്ട് പോയ ഉത്തരവാദിത്വം ഇല്ലെന്നേ, ആ കാണിക്കുന്നില്ല. അത് തന്നെ എൻ്റെ ആക്ഷേപം. ഇത് ഇത്ര ഇഷ്യൂ ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ട് പോകും. കളക്ടർ ഉറപ്പ് തരിക അതിന്റെ പിന്നിൽ നിന്ന് ഈ പ്രവൃത്തി അടിയന്തരമായി തീർക്കുമെന്നുള്ള ഉറപ്പ് തന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഞാനൊരു കാര്യം, എനിക്ക് DF ഒന്നും സംസാരിക്കാനില്ല. ഞാൻ കളക്ടർ എടുത്താൽ ബോധ്യപ്പെടുത്താനുള്ളത് ഇത് ഈ കാര്യത്തിനകത്ത് ഒരു വ്യക്തത വേണം. വ്യക്തത വന്നു കഴിഞ്ഞാൽ അത് തുടർന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിനകത്ത് കളക്ടർ ഇടപെടണം. നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 പഞ്ചായത്തിൽ പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ അന്ന് മീറ്റിംഗ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പിണ്ടിവന തുടങ്ങുന്നതിനോടൊപ്പം തന്നെ കോട്ടപ്പടിയിൽ ഇങ്ങനെ ആരംഭിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം. ഇവരിത് കേട്ടിട്ട് പോകുന്നല്ലാതെ തുടർ നടപടി ഉണ്ടാകുന്നില്ല. കളക്ടർ തീരുമാനം എടുക്കുക. അല്ല, ഒരു ഉറപ്പ് ഇവിടെ പറഞ്ഞാൽ മതിയാ, ജനങ്ങളോട് പറഞ്ഞാൽ കാരണം കളക്ടർ നിരന്തരമായ കാട്ടാന ശല്യമാണ്. നിരന്തരമായ തള്ളല്ലേ കോതമംഗലം വടക്ക് ആന ഒരു മിനിറ്റ് നിക്കാം. ഇത്തിരി പുറകോട്ടേക്കാവോ? എല്ലാവർക്കും നമസ്കാരം. ഈ പ്രൊജക്റ്റിന്റെ ഒരു അവലോകനം അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഞാനും പിന്നെ DFOയും കൂടി ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. കുറച്ച് കാലാവസ്ഥ കാരണവശാൽ വർക്ക് കുറച്ച് ഇത് ഡിലേ വന്നതായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല കാലാവസ്ഥയുണ്ട്. നമുക്കിത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഉറപ്പ് നമുക്ക് തരാം. ഓക്കെ, താങ്ക് യു. പ്രതിഷേധം അവസാനിക്കുക. പ്രതിഷേധം അവസാനിച്ചിട്ട് നമ്മൾ എലിഫന്റിന്റെ ലേക്ക് പോവാം. പറയാൻ പറ്റൂല. തള്ളല്ലേട്ടാ, അങ്ങനെ തള്ളന്റെ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ കോട്ടപ്പടിയെ സംബന്ധിച്ച് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കോതമംഗലത്ത് 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞും വന്യമൃഗശല്യം ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തും അതോടൊപ്പം തന്നെ ജില്ലാ വികസന സമിതി പോലുള്ള വേദികളിലുമൊക്കെ ഈ വിഷയങ്ങൾ നമ്മൾ ഉന്നയിക്കുകയും അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായ ഇടപെടൽ, ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ, അത് ട്രെഞ്ച്, ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള അത്തരം പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പൂർണ്ണമായി എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു എന്നുള്ളതാണ് ഞാൻ ഉന്നയിച്ചൊരു ആക്ഷേപം. അപ്പോൾ അതേ സംബന്ധിച്ച് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ കഴിഞ്ഞ വർഷമാണ് മുട്ടത്തുപാറയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി.
അതിൻ്റെ തുടർച്ചയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായതിൻ്റെ ഭാഗമാണ് അവിടെ ആവശ്യമായ ഫണ്ട് അനുവദിച്ച് ആ വർക്ക് എടുക്കാൻ ചില കാലതാമസം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. എന്നിരുന്നാലും അവിടെ കിണർ പുനർനിർമ്മിച്ച് കൊടുക്കുന്ന കാര്യത്തിനകത്ത് അടക്കം കൃത്യമായി ഇടപെടാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയിലും ഒറ്റപ്പെട്ട നിരവധി സംഭവങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായ നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കുന്ന കാര്യത്തിൽ അത് വനംവകുപ്പ് എന്നുള്ള നിലയിൽ മാത്രമല്ല ജില്ലാ ഭരണകൂടം വളരെ കൃത്യമായി ഇതിന് കളക്ടർ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. നേരത്തെ ഇരുന്ന കളക്ടർ ശ്രീ NSK ഉമേഷ് IAS ഉൾപ്പെടെ വ്യക്തിപരമായ താല്പര്യമെടുത്തും പല വേളയിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നുമൊക്കെ ആവശ്യമായ ഫണ്ട് തുക അവർക്കെല്ലാം കൊടുക്കുന്ന സമീപനമൊക്കെ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഉന്നയിക്കാനുള്ളൊരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരുപാട് ഇടപെടലിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷേധത്തിൻ്റെയും നിരന്തരമായി നടത്തിയ ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്ര വലിയൊരു വർക്ക് ഈ പ്രദേശത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് വരുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിനകത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് എനിക്ക്. അവരെന്ത് വാദഗതി ഉന്നയിച്ചാലും ഈ കാര്യത്തിനകത്ത് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. അത് ഇനി അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കളക്ടറോട് നേരിട്ട് എത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൃത്യമായി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അത് കളക്ടർ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള കൃത്യമായ ഇടപെടൽ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി കോതമംഗലം MLA എന്നുള്ളതിൽ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് നിലവിൽ തീരുമാനം? ഇതിൽ ഓൾറെഡി DFO ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാര്യത്തിൽ പിന്നെ കിണറുടെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ DFOയുടെ ഒരു കാര്യം മുമ്പോട്ട് പോകും. പിന്നെ ഈ സോളാർ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. അത് DFOയും ഞാനും പിന്നെ ബഹുമാനപ്പെട്ട MLA എല്ലാവരും ഒരു കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയുണ്ട്. നമുക്ക് വർക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. താങ്ക് യു. ശരി, താങ്ക് യു. നമുക്ക് അവസാനിക്കാം. ഒരു ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. മനസ്സിലായോ? പറഞ്ഞല്ലോ വ്യക്തമാണ്. അതെ, അതെല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. ഇല്ല, അതിരുടെ എല്ലാ നടപടികളും നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. അത് നമ്മൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. പറയാനുള്ളത് കളക്ടർ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ പറഞ്ഞല്ലോ. ഞാൻ കളക്ടർ പറഞ്ഞല്ലോ, കളക്ടർ തന്നെ പറഞ്ഞല്ലോ. അവസാനിച്ചു. കോതമംഗലത്ത് ജനങ്ങളുടെ പ്രതിഷേധം അത് അവസാനിച്ചിരിക്കുന്നു. കാരണം കളക്ടറുടെ ഉറപ്പ് ഫെൻസിങ് അടക്കമുള്ളവ പൂർത്തിയാക്കാം, സമഗ്രമാക്കാം എന്ന കളക്ടർ ഉറപ്പ് DFO നൽകിയ ഉറപ്പിന് പുറമെ കളക്ടർ നൽകുന്ന ഉറപ്പിലാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആനയെ കരയ്ക്ക് കയറ്റുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇനി ആനയെ എത്രയും വേഗം കരയിലേക്ക് എത്തിക്കാനുള്ള പ്രവൃത്തികളാണ് അവിടെ പുരോഗമിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വിവരങ്ങളാണ് ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി കൂടി പങ്കുവച്ചത്.